ഇത് ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ്. 6 വർഷം നീണ്ട സുപ്രീം കോടതിയിലെ സേവനകാലത്തിനിടയിൽ 1000-ലേറെ വിധിന്യായങ്ങൾ എഴുതിച്ചേർത്ത 10 പേരിൽ ഒരാൾ. ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നീതിയുടെ കാവലാളായി പ്രവർത്തിച്ച ഇദ്ദേഹം തന്നെ വഴി നടത്തുന്ന ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുന്നു. എത്രയും സ്നേഹം നിറഞ്ഞ കുര്യൻ ജോസഫ് സാറിന് വീണ്ടും സ്വാഗതം. നമ്മുടെ മരിയ സുഹൃത്തുക്കളുമായിട്ടുള്ള സഞ്ചാരം തുടരുന്നു. 13ാമത്തെയാണ് ഇനി പറയേണ്ടത്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ നടത്തുന്ന ഒരു സ്വർഗീയ യാത്രയാണ്. ആ സ്വർഗീയ യാത്രയിൽ അമ്മ നമുക്ക് വഴിയാവുന്നതും വഴികാട്ടിയാവുന്നതുമൊക്കെ ഇപ്രകാരമുള്ള സുഹൃത്തുക്കൾ നമ്മൾ ശീലിക്കുമ്പോഴാണ് എന്ന് അമ്മ നമുക്ക് ജീവിതം കൊണ്ട് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിലൂടെ നമ്മൾ നടത്തുന്ന ഈ സ്വർഗീയ യാത്രയിൽ വഴി തെറ്റാതിരിക്കാനും വഴിയിൽ എളുപ്പത്തിൽ സഞ്ചരിക്കാനും ഈ സുഹൃത്തുക്കൾ സഹായിക്കും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ സുഹൃത്തുക്കളെക്കുറിച്ച് പ്രാർത്ഥനാപൂർവം ചിന്തിക്കുന്നതും ധ്യാനിക്കുന്നതും സ്വായത്തമാക്കാൻ പരിശ്രമിക്കുന്നതും. അപ്പോൾ ഈ സുഹൃത്തുക്കളിലൂടെ നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും അനുദിനം ഇപ്രകാരമുള്ള മരിയൻ സുഹൃത്തുക്കൾ അഭ്യസിച്ചുകൊണ്ട് നമ്മുടെ സ്വർഗീയ യാത്ര സുഗമമാകാനും നമ്മുടെ സ്വർഗീയ യാത്ര വഴി തെറ്റാതെ സ്വർഗത്തിലെത്തുന്നത് വരെ അത്ര കൃത്യതയോടും വ്യക്തതയോടും വിശുദ്ധിയോടും കൂടി നടത്താനും സഹായമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ സുഹൃത്തുക്കളെ ഒന്നും കൂടി ഒന്ന് ഓർത്തെടുക്കാം. മാതാവിനെ ഈ സ്വർഗീയ വഴിയിൽ സഞ്ചരിക്കാൻ സഹായിച്ച മാതാവിൻ്റെ വലിയ സുഹൃത്തുക്കൾ പെട്ടതാണ് ആഴമേറിയ മൗനം, അത്യഗാധമായ ഒരു എളിമ, അഗാധമായ എളിമ. അല്ലെ, മാതാവിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട്, തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ദാസിയാവുകയും ചെയ്തു. ദാസിക്ക് തന്നെ ഒരു താഴ്മയുണ്ട്, എന്നിട്ട് ദാസിയുടെ താഴ്മയും കൂടെ ഉണ്ട്. അപ്പം ദാസിയുടെ താഴ്മ, ദാസി ആയതുകൊണ്ട് മാത്രം താഴ്മ ഉണ്ടാവണമെന്നില്ല, പക്ഷെ ദാസിയുടെ താഴ്മ എന്നുള്ളത് അതിനേക്കാളും ആഴമേറിയ ഒരു എളിമയുടെ തലത്തിലേക്കാണ്. അതുകൊണ്ടാണ് ഈ അഗാധമായ ആഴമേറിയ മൗനം എന്ന് പറയുന്നത്. ഒരു ഡീപ്പ് സൈലൻസിലാണ് ഈശോയുടെ സ്വരം കേൾക്കാൻ സാധിക്കുന്നത്. ഡീപ്പ് സൈലൻസ്, പിന്നെ ഈ ഇത്ര അഗാധമായ എളിമ, അനുസ്യൂതമായ വിശ്വാസം എന്നുള്ളത് ഒരിക്കൽ കിട്ടി അവസാനിക്കുന്നതല്ലാതെ നിരന്തരമായ അനുസ്യൂതം നമ്മുടെ ജീവിതത്തിലൂടെ പ്രകടമാവേണ്ടതും ജീവിതത്തിലൂടെ വർദ്ധിക്കേണ്ടതുമായ ഒന്നാണ് അനുസ്യൂതമായ വിശ്വാസം. നിരന്തരമായ ഇന്ദ്രിയ നിഗ്രഹം. ഇന്ദ്രിയങ്ങൾ നമ്മളെ നിരന്തരം ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിൽ മുഴുകാനായിട്ട് എപ്പോഴും ഇന്ദ്രിയങ്ങൾ ഒരു ചായ്വ് തന്നുകൊണ്ടിരിക്കും. അപ്പം നിരന്തരമായ ഈ ഇന്ദ്രിയങ്ങളുടെ ഇപ്രകാരമുള്ള ചായ്വിനെ നമ്മൾ നിഗ്രഹിച്ചില്ല എന്നുണ്ടെങ്കിൽ, പൗലോസ്ലീഹ പറയുന്നുണ്ടോ, ആത്മാവിനാൽ നിഗ്രഹിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രവണതകൾ നമുക്ക് അതിജീവിക്കാൻ പറ്റില്ല. അപ്പം ആത്മാവിനാൽ നിഗ്രഹിച്ച അമ്മ നമ്മോട് പറയും നിരന്തരമായ ഇന്ദ്രിയ നിഗ്രഹം. തീക്ഷ്ണമായ സ്നേഹം. ദൈവസ്നേഹം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യ സ്നേഹത്തിൻ്റെ തലത്തിലുള്ളതല്ല. അതിനേക്കാളൊക്കെ നമുക്ക് വർണ്ണിക്കാനാവാത്ത വിധം തീക്ഷ്ണമായിട്ടുള്ള സ്നേഹമാണ്. ദൈവം മനുഷ്യനെ സ്വന്തം ചായയിൽ സൃഷ്ടിച്ചെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളം തന്നെ സ്നേഹിച്ചാൽ മതിവരാത്തവണ്ണം ദൈവത്തെ സ്നേഹിക്കാനായിട്ടുള്ള ഹൃദയം നമുക്ക് തന്നെന്നുള്ളതാണ്. ബാക്കി ഹൃദയത്തിൻ്റെ ഏതൊരു സ്നേഹവും ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് മടുക്കും. പക്ഷേ മടുപ്പ് വരാത്തവണ്ണം ദൈവത്തെ സ്നേഹിക്കാനുള്ള ഒരു വലിയ ഹൃദയം നമുക്ക് തന്നു. ആ ഹൃദയത്തിൻ്റെ തീക്ഷ്ണമായ സ്നേഹമാണ് അമ്മ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. തീവ്രമായ പ്രാർത്ഥന എന്നുള്ളത് ഒരു ഇൻറ്റൻസ് യൂണിയൻ വിത്ത് ദ ക്രിയേറ്റർ ഗോഡാണ്. ഇൻറ്റൻസ് യൂണിയൻ. ദൈവത്തിൻ്റെ സന്നിധിയിൽ വെറുതെ ഇരിക്കൽ മാത്രമല്ല, ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നത് വഴിയായിട്ട് ആ സാന്നിധ്യം കൊണ്ട് നമ്മൾ നിറയുന്നതും ആ സാന്നിധ്യത്തിൽ നമ്മൾ മുഴുകുന്നതുമാണ്. ഇൻറ്റൻസീവ് തീവ്രമായ പ്രാർത്ഥന. ഉറച്ച ശരണം. എന്ത് വന്നാലും ജോബിനെ പോലെ, ജോബാണ് നമുക്ക് അതിനകത്തൊരു ശരണത്തിൻ്റെ ഒരു വലിയ മാതൃക ബൈബിളിൽ കാണുന്നത് ജോബിനെ കുറിച്ചാണ്. എന്ത് വന്നാലും ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം, ദൈവത്തിൽ ശരണപ്പെട്ട് ജീവിക്കാനായിട്ട്. മാതാവിൻ്റെ ജീവിതത്തിലുടനീളം എന്തെല്ലാം തടസ്സങ്ങളും എന്തെല്ലാം പ്രശ്നങ്ങളും പിന്നെ മകൻ്റെ മരണം വരെ മുന്നിൽ കാണേണ്ട അവസ്ഥ വരെ ഉണ്ടായാലും ദൈവത്തിൽ ഒരു ശരണപ്പെട്ടുകൊണ്ട്
ദൈവം കൈവിടാതിരിക്കാൻ വേണ്ടിയിട്ട്, ദൈവം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നിരാശ കൊണ്ടോ ദേഷ്യം കൊണ്ടോ വിഷമം കൊണ്ടോ വൈരാഗ്യം കൊണ്ടോ ഒരർത്ഥത്തിലും തന്നിൽ കുടികൊള്ളുന്ന ദൈവത്തെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിൽ ശരണപ്പെട്ട് ജീവിക്കുന്ന ഒരു അമ്മ. നലം തികഞ്ഞ വിശുദ്ധിയുടെ ആഴങ്ങളിലേക്ക് പോകേണ്ടതാണ്. സാധാരണ ഇതിൽ നമ്മൾ പറയുന്ന ഒരു നന്മ ചെയ്യുന്ന നല്ല മനുഷ്യൻ അല്ല. നന്മ ചെയ്യുന്ന നല്ല മനുഷ്യനേക്കാണ് പൗലോസിനെ കൊളോസോസൊക്കെ ലേഖനത്തിൽ പറയുന്ന മാതിരി ആ നന്മ ചെയ്തുകൊണ്ട് മാത്രം ഒരാൾ വിശുദ്ധനാകുന്നില്ല. അത് ആ ദൈവകൃപയിൽ യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പ്രവൃത്തി കൊണ്ട് മാത്രമല്ല, കൃപ കൊണ്ട് നിറയം കൊണ്ട് ചെന്നാലും ചെയ്യുന്ന വിശുദ്ധി. മരണം വരെയുള്ള വിശ്വസ്തത, അത് മരിക്കുവോളവും മരിക്കുന്ന അവസ്ഥ വരെയും ദൈവത്തോടുള്ള വിശ്വസ്തതയ്ക്ക് ഒരു മായം ചേർക്കാതെയും ഒരു മാന്യവും കൂടാതെ വിശ്വസ്തതാപൂർവ്വം ദൈവത്തോടൊപ്പം നിൽക്കണം. കാരണം ദൈവം വിശ്വസ്തനാണ്. ദൈവത്തോട് ഞാൻ വിശ്വസ്തത പ്രവർത്തിച്ചാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തത അചഞ്ചലമാണ്. പക്ഷെ എൻ്റെ വിശ്വസ്തത എപ്പോഴും മായാവുന്നതാണ്, മറിയാവുന്നതാണ്, മയപ്പെടുത്താവുന്നതുമാണ്. പക്ഷേ മയപ്പെടുത്താതെയും മായം ചേർക്കാതെയും ചാഞ്ചാടാതെയും ദൈവത്തോടുള്ള ആ വിശ്വസ്തതയിലുള്ള നിലനിൽപ്പ്, വിശ്വസ്തതയിലുള്ള നിലനിൽപ്പ് എന്നുള്ളത്. നിഷ്കളങ്കവും നിഷ്കപടവുമായൊരു മനസ്സാക്ഷി. നമ്മുടെ മനസ്സാക്ഷി എന്ന് പറയുന്നത് മനസ്സ് സാക്ഷിയാവുന്നതാണ്. അതെ, മനസ്സ് എന്നുള്ളത് ദൈവാത്മാവിൻ്റെ ഇരിപ്പിടമാണ്. ദൈവാത്മാവിൻ്റെ ശബ്ദമാണ് മനസ്സിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ആ മനസ്സ് നിർമ്മലമായിരിക്കണം. മനസ്സ് നിർമ്മലമായിരിക്കണമെന്നെങ്കിൽ ഹൃദയം വെടിപ്പാവണം, കയ്യിലിരിപ്പ് നന്നാവണം. ആ അർത്ഥത്തിൽ ഹൃദയത്തെ വെടിപ്പാക്കിക്കൊണ്ട് മനസ്സാക്ഷി നിർമ്മലമാക്കി നിഷ്കളങ്കവും നിഷ്കപടവുമായ ഒരു മനസ്സാക്ഷി നമുക്കുണ്ടായിരിക്കും. നിതാന്തമായൊരു ജാഗ്രത, എപ്പോഴും ഒരു ജാഗ്രതയോടെ എടുക്കണം. ഈശോ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ജാഗരൂകരായിരിക്കും എന്നാണ്. കാരണം ഏത് നിമിഷവും നമ്മിലുള്ള ദൈവ ആത്മാവിനെ നഷ്ടപ്പെടുത്താനായിട്ട് കരുതിയിരിക്കുന്ന, നമ്മളെ അപായപ്പെടുത്താൻ കരുതിയിരിക്കുന്ന, പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന സാത്താനെതിരെ സ്ഥിരമായി പടവെട്ടി എൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്താതെ ദൈവം എനിക്ക് തന്ന ആത്മാവിനെ ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നത് വരെ ഞാൻ വിശ്രമിക്കുകയില്ല എന്നുള്ളൊരു. ഇനി അടുത്തതാണ് സ്ഥിരമായ ഉത്സാഹം. ഈ ഉത്സാഹം എന്നുള്ളത് ഈ ജാഗ്രതയുടെ തുടർച്ചയായിട്ട് ഉണ്ടാവേണ്ടതാണ്. ജാഗ്രതയോട് നഷ്ടപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഉത്സാഹിച്ച് മുന്നേറുകൊണ്ട് ചെയ്യണം. ജാഗ്രതയോടുകൂടി നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ച്, നിധി പോലെ കാത്തു സൂക്ഷിച്ച് വെറുതെ ഇരിക്കുന്നവനല്ല. അത് താലന്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, സ്ഥിരമായി ഉത്സാഹിച്ച് താലന്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ പങ്കിട്ട് ദൈവത്തിൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുന്നതിനോട് വഴിയാണ്. അതിനെ നമ്മൾ ഈ ഉത്സാഹിച്ച് പടവെട്ടി താലന്തുകൾ വർദ്ധിപ്പിച്ച് ദൈവത്തിൻ്റെ മഹത്വം ഈ ലോകത്ത് നമ്മുടെ സൽപ്രവൃത്തിയോടെ വെളിവാക്കുന്ന ആ രീതിയിലുള്ള ഒരു പരിശ്രമവും ഉത്സാഹവും നമ്മുടെ ഭാഗത്തുണ്ടാകണം. അപ്പോൾ അതിനാണ് ഇത്രയും ഈ പുണ്യങ്ങളിലൂടെ, സുഹൃത്തുക്കളിലൂടെ മാതാവ് നമുക്ക് ഒരു സഹായിയും വഴികാട്ടിയുമായിട്ട് മാറിയത്. ഇനിയുള്ളത് നമ്മൾ സുഹൃത്തത്തിൽ ചിന്തിക്കാൻ പോകുന്നത് സമ്പൂർണ്ണമായ സമർപ്പണത്തെക്കുറിച്ചാണ്. സമർപ്പണം എവിടേക്കാണ് സമർപ്പിക്കുന്നത്? ദൈവത്തിലേക്കാണ് സമർപ്പിക്കുന്നത്. ദൈവത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും മാറ്റിവെച്ച് സമർപ്പിച്ചാൽ ദൈവത്തിന് സ്വീകാര്യമാകും? ഒരിക്കലും ആവില്ല. നമ്മൾ ആ പാട്ട് ശ്രമിക്കുന്നില്ല, സ്വീകാര്യമാവില്ല നിന്നുടെ യാഗാർപ്പണം. എന്തുകൊണ്ടാണ് യാഗാർപ്പണം സ്വീകാര്യമാവാത്തത്? ചിലതൊക്കെ മാറ്റിവെച്ച് പൂർണ്ണമാവാത്തതാണ്. അനനിയയുടെയും സഫീറയുടെയും നമ്മൾ നടപടി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവരുടെ സമർപ്പണത്തിൽ ദൈവം സ്വീകാര്യനായി, ദൈവം സംപ്രീതനായില്ല എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ കോപം വന്നതിനോട് ചെയ്തു. നമ്മൾ വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ട ഒരു ഭാഗമാണത്. അവർ ദൈവത്തിനായി മുഴുവൻ സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം മാറ്റിവെച്ചു. അപ്പോൾ ദൈവത്തിന് സമർപ്പിച്ചു. ആ സമർപ്പിച്ച സമർപ്പണം ദൈവം സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അപ്രകാരം കള്ളത്തരം കാണിച്ച് സമർപ്പിച്ച, അല്ലെങ്കിൽ ഒരു ഭാഗം മാറ്റിവെച്ച് സമർപ്പിച്ചതിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വന്ന് വീഴുകയാണ് ചെയ്തത്. അപ്പം നമ്മുടെ പല സമർപ്പണത്തിൻ്റെയും പേരിൽ ദൈവകോപം വരുന്നതിൻ്റെ ഒരു കാരണം നമ്മൾ പൂർണ്ണമായി സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. പൂർണ്ണമായി സമർപ്പിച്ചിട്ടില്ല. കാരണം ദൈവത്തിന് പൂർണ്ണതയോടുള്ള സ്വീകരണം മാത്രമേ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ദൈവം പൂർണ്ണനാണ്.
ആ പൂർണ്ണനായ ദൈവമാണ് എന്നെ ഈ പൂർണ്ണമായി സമർപ്പിക്കാൻ പാകത്തിന് പൂർണ്ണനായ മനുഷ്യനായി സൃഷ്ടിച്ചത്. അപ്പോൾ പൂർണ്ണനായ ദൈവത്തിലേക്കുള്ള എൻ്റെ സമർപ്പണം പൂർണ്ണമായിരിക്കും. ആ പൂർണ്ണമായില്ല എന്നുണ്ടെങ്കിൽ അത് അപൂർണമായ സമർപ്പണമാണ്. അപൂർണമായ സമർപ്പണത്തിനകത്ത് ദൈവത്തിൻ്റെ പ്രീതിയും ഉണ്ടാവില്ല, ദൈവത്തിൻ്റെ അപ്രീതിയും ഉണ്ടാവും. അപ്രീതി കോപത്തിൻ്റെ രൂപത്തിൽ വന്ന് തീരുമാനം ചെയ്യും. പരിശുദ്ധ അമ്മ മുഴുവനായിട്ട് തന്നെ സമർപ്പിച്ചവളായിരുന്നു. തൻ്റെ ചിന്ത, ബുദ്ധി, വിചാരം, വാക്ക്, വികാരം, ജീവിതം, പ്രവർത്തനം എല്ലാത്തിനകത്തും ദൈവത്തിൻ്റെ മകൾ എന്നുള്ള നിലയ്ക്ക് പൂർണ്ണമായും ദൈവത്തിന് മനസ്സിന് വിധേയയായി ദൈവത്തിൻ്റെ ഹിതം മാത്രം നിറവേറ്റിക്കൊണ്ട് സമ്പൂർണ്ണമായി തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചവളായിരുന്നു. അപ്രകാരമുള്ള സമർപ്പണത്തിനകത്താണ് ദൈവത്തിൻ്റെ പ്രീതി എന്നായിരുന്നത്. നമ്മൾ വിശുദ്ധന്മാരുടെ തിരുനാളുകൾ ആഘോഷിക്കുമ്പോൾ അവിടെ ചെല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്. വിശുദ്ധമായൊരു ജീവിത മുറയാൽ ദൈവപിതാവിൻ പ്രീതി വരിച്ചൊരു പുണ്യാത്മാവെ എന്ന് പറഞ്ഞിട്ട് ആ പാട്ട് പാടുന്നത്, ലുത്തിനിയ പാട്ട് പാടും. ഈ വിശുദ്ധമായ ജീവിതമുറ എന്താ? വിശുദ്ധമായ ജീവിതമുറ ഒന്നും തനിക്കായി മാറ്റിവെക്കാതെ സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നിത. ഒരു പാട്ടുണ്ടല്ലോ, സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ എൻ്റെ ജീവനും എൻ്റെ ശ്വാസവും സർവ്വതും. കാരണം ഇത് ഉറവിടം ഏതാ? ദൈവം തന്നതാണ്. എൻ്റെ ജീവൻ, എൻ്റെ ജീവിതം, എൻ്റെ ശ്വാസം, എൻ്റെ ചിന്ത, എൻ്റെ ബുദ്ധി, എൻ്റെ വിചാരം, വികാരങ്ങൾ, വ്യാപാരങ്ങളെല്ലാം ദൈവം തന്നതാണ്. അപ്പോൾ അത് ദൈവത്തിനായി തന്നെ സമർപ്പിച്ചുകൊണ്ട് അവയിൽ ഇടപെടുമ്പോഴാണ് എൻ്റെ സമർപ്പണം പൂർണ്ണമാവുകയുള്ളൂ. എനിക്കായി മാറ്റിവെച്ചുകൊണ്ട് സമർപ്പണം പൂർണ്ണമാവില്ല. ധനികനായ മനുഷ്യന് ഒരു കുറവുണ്ടെന്നാണ് പറഞ്ഞത്. അവൻ നല്ലവനായിരുന്നു. അപ്പോൾ അവനെന്താ ചോദിച്ചത്? പൂർണ്ണനാകാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അവൻ ബാക്കിയെല്ലാം സമർപ്പിച്ചു. സമർപ്പിക്കാത്തത് അവൻ്റെ സമ്പത്ത് മാത്രം ഉണ്ടായിരുന്നു. ബാക്കി അവൻ്റെ കാരുണ്യ പ്രവൃത്തികളുണ്ടായിരുന്നു, അവൻ്റെ ചാരിറ്റി ഉണ്ടായിരുന്നു, അവൻ്റെ മറ്റ് മനസ്സിൽ ആരോടും വിരോധമില്ലായിരുന്നു, വഴക്കില്ലായിരുന്നു, വൈരാഗ്യമില്ലായിരുന്നു, ആരെയും കൊലപാതകം ചെയ്യാൻ വലിയ പ്രമാണങ്ങളെല്ലാം അവൻ കാക്കുന്നുണ്ടായിരുന്നു. നിനക്ക് ഒരു കുറവുണ്ടെന്നാണ് പറയുന്നത്. ഒരു കുറവുണ്ട്. ആ കുറവുണ്ടായിരുന്നു, അവൻ്റെ പൂർണ്ണമായ സമർപ്പണം അവനിൽ നിന്നുണ്ടായിട്ടില്ല. അവൻ്റെ സമർപ്പണത്തിൻ്റെ ഒരു കുറവ് ഈശോ കണ്ടുപിടിച്ചത് അവൻ്റെ സമ്പത്തായിരുന്നു. അവൻ്റെ സമ്പത്ത് അവൻ സമർപ്പിച്ചില്ല. സമ്പത്ത് ഉണ്ടാവുന്നതല്ല തെറ്റ്. അതിന് ഈശോ ഒരിക്കലും ആരെയും ഒരു തലവാനെയും ആ അർത്ഥത്തിൽ വഴക്ക് പറഞ്ഞിട്ടില്ല, ആരെയും ശാസിച്ചിട്ടുമില്ല. അതെ, സമ്പത്ത് ഉണ്ടാക്കും, ദൈവത്തെ മറക്കുവോളമുള്ള സമ്പത്ത് ഉണ്ടാക്കാൻ ശ്രമിച്ചവനെയാണ് നമ്മൾ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സുഭാഷിതങ്ങൾ, ദൈവം നിന്നെ മറക്കുവോളം സമ്പത്തോ നിന്നെ ശപിക്കുവോളം ദാരിദ്ര്യമോ എനിക്ക് തരരുതെന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അപ്പം ദൈവത്തെ മറക്കുവോളം സമ്പത്തിൽ ആശ്രയിച്ച, സമ്പത്ത് പിടിച്ചു വെച്ച രണ്ട് ധനികരെയാണ് ദൈവം തിരുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. ഒന്ന്, ഈ നല്ല പരിപൂർണമാകാൻ ശ്രമിക്കുന്ന ഈ ധനികനായ യുവാവിനെയും പരിപൂർണതയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിച്ച അവനോട് പറഞ്ഞത്, നിനക്ക് ഉള്ളത് വിറ്റിട്ട് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പം ദരിദ്രർക്ക് കൊടുക്കാതെ നീ പിടിച്ചു വെച്ച നിൻ്റെ സമ്പത്താണ് നിന്നെ പൂർണ്ണനാക്കാൻ തടസ്സമായി, നിന്നെ പൂർണ്ണത കൈവരിക്കാൻ തടസ്സമായി നിൽക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നീ പൂർണ്ണനാകാൻ ആദിക്കിലേക്കുന്നെങ്കിൽ സമ്പൂർണ്ണമായി നീ ദൈവത്തിന് നിന്നെ തന്നെ സമർപ്പിക്കുക, ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. ഇതെല്ലാം മനുഷ്യനിലേക്ക് കൊടുത്തിട്ട് നീ ദൈവകരങ്ങളിൽ നിന്നെ തന്നെ ദൈവത്തിൻ്റെ, നമ്മുടെ ദൈവപരിപാലന എന്നുള്ളത് നമ്മളെല്ലാവരും കേൾക്കുന്നതാണ്. അതെ, ഈ ദൈവപരിപാലന മൂലധനമായിട്ട് ജീവിക്കുന്ന വ്യക്തികളെ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ ആകാശപ്പറവുകൾ എന്നുള്ള ശുശ്രൂഷകളുമായിട്ട്, അതുപോലെ ഈ ദൈവപരിപാലനയുടെ ദാസികൾ എന്ന് പറയുന്ന നമ്മുടെ ലിറ്റി അമ്മ സ്ഥാപിച്ച LSDP സിസ്റ്റേഴ്സ്, ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ഡിവൈൻ പ്രൊവിഡൻസ്, അവരുമായിട്ട് അവർ ശുശ്രൂഷകൾ, ഇങ്ങനെ ഒത്തിരി ഇത്തരത്തിലുള്ള ശുശ്രൂഷകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ഒക്കെ ഒരു മൂലധനം എന്ന് പറയുന്നത് ദൈവം പരിപാലനയാണ്. ദൈവം പരിപാലിക്കുന്നു. അവർക്ക് ആരുടെയും ബാങ്കിൽ ബാലൻസ് അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടായിട്ടില്ല, സ്വത്തുക്കളുണ്ടായിട്ടില്ല, നാളേക്കുള്ള അരി പോലും ഉണ്ടായിട്ടില്ല. പക്ഷെ ദൈവം എത്ര അരി തന്നിട്ടുണ്ടെങ്കിൽ ആ അരി, ഞാൻ ഒരു ആകാശപ്പറവുകളുടെ ആശ്രമത്തിൽ അവിടെ അരി വെക്കുന്ന ഒരു സഹോദരനിൽ നിന്നും നേരിട്ട് ശ്രമിച്ചതാണ്. ഒരു ദിവസം അവിടെ അരിയില്ലായിരുന്നു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളാണ് ആകാശപ്പറവുകൾ, സ്വന്തം മക്കൾ. അവർക്ക് ചിന്തിക്കാനോ
ഒന്നും കഴിയാത്ത തെറ്റ് ചെയ്യാൻ പോലും അറിയാമല്ലോ. കാരണം തെറ്റെന്താണെന്ന് തിരിച്ചറിഞ്ഞാലല്ലേ ചെയ്യുന്ന പ്രവൃത്തി തെറ്റാവുള്ളൂ. അപ്പോൾ മാനസികമായിട്ട് ആ നിലവാരം ഇല്ലാത്തവരൊക്കെയാണ്. ഒരു ദിവസം അവർക്ക് അരിയില്ലായിരുന്നു, ഉണ്ടായിരുന്നത് വളരെ കുറച്ച് അരിയായിരുന്നു. അപ്പോൾ ഈ ചേട്ടൻ ഈശോയെ നിൻ്റെ മക്കൾക്ക് കഴിക്കാനുള്ള ആഹാരം ഈ അരി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ അരി ഇട്ട തിളപ്പിക്കുന്നത്. ഈ അരി വേവിച്ച് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള മക്കളെല്ലാവരും ഭക്ഷിച്ച് കഴിഞ്ഞിട്ടും പിന്നെയും ചോറ് ബാക്കി വന്നു എന്നുള്ളതാണ്. കാരണം ദൈവത്തിൻ്റെ പരിപാലനയാണ് അദ്ദേഹം അവിടെ ആ ഉണ്ടായിരുന്ന 2-3 ഇടങ്ങഴി അരിയോട് ചേർത്ത് അവിടെ വേവിക്കാനായിട്ട് അയച്ചത്. ദൈവത്തിൻ്റെ പരിപാലനം അതൊരു സമ്പൂർണ്ണമായിട്ടുള്ളൊരു സമർപ്പണത്തിൻ്റെയും ഒരു ആശ്രയത്വത്തിൻ്റെ ഒരു അടയാളമാണ്. ഈ ആശ്രയത്വവും സമർപ്പണവും ഒന്നിച്ചു പോകുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവന് സമ്പൂർണ്ണമായിട്ട് ദൈവത്തിൽ തന്നെ വിട്ടുകൊടുക്കാൻ കഴിയും. അപ്പം സർവ്വതും യേശുനാഥനായി നൽകുന്നു എന്ന് പറയുന്ന ആ ഒരു കുറവുള്ള മനുഷ്യനെയും, രണ്ടാമത് സമ്പത്തിൽ ആശ്രയിച്ചുകൊണ്ട് അതിൽ സംതൃപ്തി കണ്ടെത്തിയ മനുഷ്യനെ, ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ പൂർണ്ണത കണ്ടെത്താതെ സമ്പത്തിൽ ആശ്രയിച്ച് അതിൽ ഒരു ആശ്വാസം കൊള്ളാൻ ശ്രമിച്ച ഒരു മനുഷ്യനെയാണ് ദൈവം തന്നെ വേറെ തിരുത്തുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളിലും നമുക്ക് മാതാവ് ധ്യാനിച്ച് ചിന്തിച്ച് പ്രാർത്ഥിക്കാൻ വ്യക്തമാക്കി തരുന്നത് പൂർണ്ണമായും ദൈവത്തിന് വിട്ടുകൊടുക്കുക, ദൈവത്തിന് സമർപ്പിക്കുക. ദൈവം അത് ഏറ്റെടുത്തുകൊള്ളും, ദൈവം അതിൻ്റെ മേൽ കൃപ ചൊരിഞ്ഞുകൊള്ളും. സർവ്വതും നമുക്ക് യേശുനാഥനായി വിട്ടുകൊടുക്കാൻ കഴിയണം. എൻ്റെ ഉള്ളതും എൻ്റെ കുറവുകളും എൻ്റെ പോരായ്മകളും എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ ആദികളും എൻ്റെ വ്യാധികളും എൻ്റെ അനുഗ്രഹങ്ങളും എൻ്റെ നന്മകളും എനിക്ക് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നതും ഇല്ല എന്ന് ഞാൻ വിഷമിക്കുന്നതുമായിട്ടുള്ള എല്ലാം സമർപ്പിച്ചു അതിന്മേൽ ദൈവം സംപ്രീതനാകും. സംപ്രീതനാവാത്തത് എന്നുള്ളത് പൂർണ്ണമായി സമർപ്പിക്കാത്തതാണ്. സംപ്രീതനാവില്ല നിന്നോട് ദൈവം സമർപ്പിക്കണം. അപ്പം സമർപ്പണത്തിൻ്റെ സമയത്ത് സമർപ്പിക്കുവിൻ സർവ്വതും എന്നാണ് പറയുന്നില്ല. ബലിയിൽ നമ്മൾ സമർപ്പിക്കുന്നത് സർവ്വതും കൂടെ സമർപ്പിക്കുകയും ചെയ്യാം. പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ചിന്തകൾ പലപ്പോഴും നമ്മൾ ശാലോമിൽ കേട്ടിട്ടുള്ളതാണ്. അവിടെയെല്ലാം ഈ ബലി അർപ്പിക്കാൻ വരുന്നവൻ നമ്മുടെ ബലിവേദിയിലേക്ക് സർവ്വവും സമർപ്പിക്കണം. എൻ്റെ കുറവുകളും എൻ്റെ നിറവുകളും ഈ 2 കൂടെ സമർപ്പിക്കുമ്പോഴേ ഈ സമർപ്പണം പൂർണ്ണമായുള്ളൂ. അപ്പോൾ കുറവുകളും നിറവുകളും സമ്പൂർണ്ണമായി ഈശോയ്ക്ക് വിട്ടുകൊടുക്കാനായിട്ട് പരിശുദ്ധമ്മ നമ്മോട് പറയുന്നു. കാരണം പത്രോസ്ലിയ പറയുന്നില്ലേ, നിൻ്റെ ഉത്കണ്ഠകളെല്ലാം നീ അവിടുത്തെ ഏൽപ്പിക്കുക. അവിടുന്ന് നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാണ്. അപ്പം എൻ്റെ കാര്യത്തിൽ എൻ്റെ അപ്പൻ ശ്രദ്ധാലുവാണെങ്കിൽ ഇപ്പം ഞാൻ എന്തിനാ ഉത്കണ്ഠപ്പെടുന്നു? യാതൊരു ആവശ്യമില്ല. നിൻ്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളൂ. വലിയ വാഗ്ദാനമല്ല. അപ്പം ഭരമേൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കണം. എൻ്റെ അസുഖം ഏൽപ്പിച്ചാൽ പോരാ, എൻ്റെ കുറവുകൾ ഏൽപ്പിച്ചാൽ പോരാ, എൻ്റെ നിറവുകളോട് സമർപ്പിക്കണം. കുറവുകളും നിറവുകളും കൂടെ ചേർത്ത് സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കാൻ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നു. സാർ, ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു കൂടുതലാണെന്ന് പറയുന്നത് ടെൻഷനുള്ള ആൾക്കാർ കൂടുതലാണ്. ഭയങ്കരമായ ആൻസൈറ്റിയാണ് എല്ലാ കാര്യങ്ങൾക്കും. അപ്പം അത് ഈ ഒരു സമർപ്പണത്തിൻ്റെ കുറവല്ലേ? ഈ ഇപ്പം നമ്മൾ പറഞ്ഞ ടെൻഷൻ എന്തുകൊണ്ടാണ് മനുഷ്യന് ടെൻഷൻ ഉണ്ടാകുന്നത്? ഞാനിപ്പോൾ ഒരു പ്രസംഗം പറയാമോ, എനിക്ക് എന്തുകൊണ്ടാണ് ടെൻഷൻ ഉണ്ടാകുന്നത്? ഞാൻ ആ പ്രസംഗം ഒരുങ്ങിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടാകും. ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ടെൻഷൻ്റെ ആവശ്യമുണ്ടോ? അല്ല, ചിലപ്പോൾ ഒരുങ്ങിയാലും ടെൻഷൻ അടിക്കുന്നവരുണ്ടാകാമല്ലോ. അതെന്തുകൊണ്ടാണ്? എൻ്റെ ഒരുക്കത്തിൽ ദൈവത്തിൻ്റെ ഒരു കൃപ ഉണ്ടാവുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ടാണ്. ഉറപ്പില്ലാത്തപ്പോഴാണ് ടെൻഷൻ വരുന്നത്. ഈ ടെൻഷൻ വരുന്ന മുഴുവൻ നിന്റെ ജീവിതം എൻ്റെ ചുമൽ ഇവിടെയുണ്ട്, നിന്റെ ഭാരം ഇവിടെ ഇറക്കി വെച്ചോളാൻ പറഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും ആ ഭാരം ഇറക്കി വെക്കാതെ ഈശോയുടെ കൈകളിലാവാം, എൻ്റെ ചുമലിൽ ഭാരം വെച്ചുകൊണ്ട് ഈശോയുടെ കരങ്ങളിലാവാൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. ഈശോ എന്താ പറഞ്ഞത്? നീ ഭാരം ഈ ചുമലിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് നീ എൻ്റെ കൈകളിലേക്ക് വന്നതാണ്. അപ്പോൾ ഭാരവും ചുമന്നുകൊണ്ട് ഞാൻ കൈകളിൽ ഇരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ടെൻഷൻ വരുന്നത്. ഈ ഭാരം അവിടെ ഇറക്കി വെച്ചോ. കാരണം ആ ചുമൽ എനിക്കായി നീട്ടി തന്നിരിക്കുന്നത് എൻ്റെ ഭാരം അവിടെ ഇറക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനെന്താ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ വള്ളത്തെക്കുറിച്ച് ചിന്തിച്ചല്ലോ. ഈ വള്ളത്തിൽ കയറിയിട്ട് ആ ചുമട് തലയിൽ നിന്ന് ഇറക്കി വള്ളത്തിൽ വെക്കാതെ വള്ളത്തിൽ കയറിയിട്ടും വള്ളത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴും ചുമലിൻ്റെ തലയിലിരിക്കുക. അപ്പോൾ ഭാരം കുറയുന്നില്ല. ഈശോ എന്താ പറഞ്ഞത്? ഈ ചുമട് അവിടെ ഇറക്കി വെക്കുക, എന്നിട്ട് നീ സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യുക. എൻ്റെ കൈകളിൽ നീ ഭദ്രമാണ്, നിന്റെ ചുമട് എൻ്റെ തോളിലും ഭദ്രമാണ്. പക്ഷെ നമ്മളാക്കേണ്ടതാവുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ടെൻഷൻ. എനിക്കൊരു കാര്യം ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ബോണിയെ എനിക്ക് എടുത്തു വെക്കാൻ, എൻ്റെ മുമ്പിലിരിക്കുന്ന ബോണി എനിക്ക് എടുത്തു വെക്കാൻ
കഴിയില്ല എന്ന് എനിക്കറിയാം. കാരണം ബോണിയുടെ ഭാരം നോക്കാനുള്ള ഒരു ഒരു അത്രയും ഒരു പവർ എനിക്കില്ല, ശക്തി എനിക്കില്ല. അപ്പോൾ ഞാൻ ബോണിയെ പൊക്കമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ട്? ഒരു കാര്യമില്ല. നേരെ മറിച്ച് എനിക്ക് ബോണിയെ സുഖമായിട്ട് എടുത്തു പോക്കാം, അതിനുള്ളൊരു ആരോഗ്യവും അതിനുള്ളൊരു ശക്തിയും എനിക്കുണ്ട്. അപ്പോൾ പിന്നെ ബോണിയെ ഞാൻ പൊക്കാവുന്ന സമയത്ത് ഞാൻ ടെൻഷൻ എടുക്കേണ്ട കാര്യമാണ് ഇല്ല. അപ്പോൾ ഇത് നമ്മുടെ ഒരു ബോധ്യത്തിൻ്റെയും നമ്മിലുള്ള ആ ദൈവാത്മാവിൻ്റെ തിരിച്ചറിവിൻ്റെയും കുറവുകൊണ്ടാണ് നമുക്ക് ഈ ടെൻഷൻസ് ഉണ്ടാകുന്നത്. പൂർണ്ണമായും ദൈവത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ടെൻഷന് പ്രസക്തിയില്ല. മാനുഷികമായിട്ടൊരു അസ്വസ്ഥതകൾ നമുക്കുണ്ടാകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിലുള്ള ആശ്രയത്വവും ദൈവത്തിലുള്ള സമർപ്പണവും പൂർണ്ണമാകുന്നതോടുകൂടി നമ്മുടെ ആ ടെൻഷൻസ് അങ്ങ് ദൂരെ പോകും. കാരണം ഹൈ ടെൻഷൻ എടുക്കാനായിട്ട് ദൈവം തയ്യാറായിട്ട് നിൽക്കുന്നു. ഞാൻ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? എൻ്റെ അപ്പൻ എൻ്റെ ഭാരം എടുക്കാൻ തയ്യാറായിട്ട് നിൽക്കും. ചാടിക്കോ, ഞാൻ പിടിച്ചോളാം എന്ന് അപ്പം പറയും. പിന്നെ ഞാൻ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? നമ്മൾ മുഴുവനായിട്ട് സമർപ്പിച്ചാലും നമ്മളുടെ മനുഷ്യരെന്ന നിലയിൽ മാനുഷികതയിൽ ചിലപ്പോഴെങ്കിലും ടെൻഷൻ വരാൻ സാധ്യതയുണ്ടോ? ഈ സാധ്യത വരുന്നത് എപ്പോഴാണ്? ഈ പൂർണ്ണമായും വിട്ടുകൊടുക്കാത്തപ്പോഴാണ്. സമ്പൂർണ്ണമായി ആശ്രയിച്ച് നമ്മൾ ഉറച്ച ശരണത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോഴും ഈ വിഷയം കുറച്ച് ധ്യാനിച്ചായിരുന്നു. നന്നായിട്ട് വിട്ടുകൊടുക്കും. ഇപ്പോൾ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള കഥയാണ്, ഒരു പൊട്ടക്കിണറ്റിലേക്ക് ചാടിയ മനുഷ്യൻ്റെ കഥ. ചാടിപ്പോയ മനുഷ്യൻ, പൊട്ടക്കിണറ്റിൽ വീണ മനുഷ്യൻ. ഈ പൊട്ടക്കിണറ്റിലേക്ക് വീണ മനുഷ്യൻ ആ വീഴ്ചയിൽ അവന് ഒരു ഒരു ചെടിയുടെ വേര് പിടികിട്ടി. അവൻ ആ ചെടിയുടെ വേര് പിടികിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദി നിറഞ്ഞ മനസ്സോടുകൂടി അവൻ ദൈവത്തിന്, ദൈവമേ വീഴാതെ നീ എന്നെ കാത്തുള്ളൂ. അപ്പം ദൈവം ഇടപെട്ടു എന്ന് അവന് മനസ്സിലായി. അവൻ അങ്ങനെ കിടക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് മാനുഷികമായ ചിന്ത വന്നു, ഇത് എത്ര നേരം ഈ വള്ളി എന്നെ താങ്ങും? അപ്പോൾ അവന് ടെൻഷനായി. വീഴാതെ എനിക്ക് പിടി തന്ന ഈ ചെടി ദൈവത്തിൻ്റെ ഇടപെടലായിരുന്നു എന്ന് ആശ്വസിച്ച മനുഷ്യൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എത്ര നേരം ഇത് എന്നെ താങ്ങുമെന്നുള്ള ഒരു ടെൻഷനിലേക്ക് വന്നു. പത്രോസ്ലിയ ഇറങ്ങി നടക്കട്ടെ എന്ന് പറഞ്ഞു, വരാൻ പറഞ്ഞു. അവൻ വെള്ളത്തിൽ ചവിട്ടി നടന്നു, ഈശോയെ നോക്കി നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പത്രോസ്ലിക്ക് എന്താ പറ്റിയത്? ഇത് വെള്ളമാണല്ലോ, വെള്ളം എന്നെ ഇങ്ങനെ താങ്ങുമോ? കാരണം വെള്ളത്തെ നന്നായി അറിയാവുന്നവനാണ് പത്രോസ്ലിയ, വെള്ളത്തിൽ ജീവിച്ച മനുഷ്യനുമാണ്. പത്രോസ്ലിക്ക് ആ പഴയ ഓർമ്മയും വന്നു. താഴേക്ക് നോക്കിയപ്പോൾ ഓർമ്മ വന്നു. നേരെ നോക്കി ഈശോയുടെ മുഖത്തേക്ക് നോക്കി നടന്നപ്പോൾ പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ സമ്പൂർണ്ണമായും തന്നെ വിട്ടുകൊടുക്കുന്ന ഒരു വ്യക്തിക്ക് വെള്ളത്തിലും ചവിട്ടി നടക്കാം. കാരണം ആ വെള്ളത്തിലും ചവിട്ടി നടക്കുമ്പോൾ താഴാതെ എന്നെ നോക്കി എന്നെ പരിപാലിക്കുന്ന പരിരക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുഖത്ത് നോക്കിയാണ്, ആ ദൈവത്തിൽ ആശ്രയിച്ചിട്ടാണ്, ആ ദൈവം പറഞ്ഞതനുസരിച്ചിട്ടാണ് ഞാൻ ഈ വെള്ളത്തിൽ ചവിട്ടി നടക്കുന്നത്. വെള്ളത്തിൽ ചവിട്ടി ഞാൻ താഴില്ല എന്ന് ഞാൻ 2, 3, 4, 5 അടി വെച്ചപ്പോൾ എനിക്ക് ബോധ്യം തന്ന ദൈവമാണ്. പിന്നീട് ആ ദൈവത്തിനുള്ള എൻ്റെ ആശ്രയത്വം കുറഞ്ഞപ്പോഴാണ് ഞാൻ താഴാൻ തുടങ്ങിയത്. അപ്പോൾ ഇപ്രകാരം പിടി തന്ന ദൈവം, പൊട്ടക്കിണറ്റിൻ്റെ പകുതി വഴിയിൽ വെച്ച് ഞാൻ പൊട്ടക്കിണറ്റിൽ വീഴാതിരിക്കാൻ വേണ്ടി പിടി തന്ന ദൈവം, ആ ദൈവം എന്നെ പൊട്ടക്കിണറ്റിൽ നിന്നും കരകയറ്റുമെന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി ആശ്രയത്തോടുകൂടി പൂർണ്ണമായും ദൈവത്തിൽ വിട്ടുകൊടുക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ടെൻഷന് പ്രസക്തിയില്ല. അപ്പോൾ ടെൻഷൻ വരുന്നത് ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ആശ്രയിക്കാത്തതുകൊണ്ടും ദൈവത്തിന് പൂർണ്ണമായിട്ടും തന്നെ സമർപ്പിച്ച് വിട്ടുകൊടുക്കാത്തതുകൊണ്ടുമാണ്. മാതാവിൻ്റെ ജീവിതത്തിൽ അത് നമുക്ക് എപ്പോഴും ഈ കുരിശിൻ ചുവട് വരെ ഒരു ടെൻഷനും ഇല്ലാതെ മാതാവിന് പോകാൻ പറ്റിയത് ഈ ഒരു സമർപ്പണം കൊണ്ടാണ്. സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ടാണ്, സമ്പൂർണ്ണമായി ഒന്നും ബാക്കി വയ്ക്കാതെ എല്ലാത്തിലും ദൈവത്തിൻ്റെ ആ ഒരു ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കാൻ മാതാവിനായി എന്നുള്ളതുകൊണ്ടാണ്. മാതാവ് വിശ്വസിച്ചു, മാതാവ് ആശ്രയിച്ചു, മാതാവിനെ ദൈവം വിശ്വാസവും ആശ്രയവും അനുസരിച്ച് കൊണ്ടുനടന്നു. ആകുലപ്പെടാതെ വ്യാകുലപ്പെടാതെ പിടിവിട്ടു പോകാതെ അമ്മ ഈ മകനെ പിന്നാലെ പോയി, മകനെ അനുധാവനം ചെയ്തു. ഇപ്രകാരം എൻ്റെയും പിടിവിടാതെ ആകുലപ്പെടാതെ വ്യാകുലപ്പെടാതെ ഉത്കണ്ഠപ്പെടാതെ താണുപോകാതെ വീണു പോകാതെ ചാഞ്ഞു പോകാതെ കൃപയിൽ നിൽക്കാനായിട്ട് പൂർണ്ണമായി ദൈവത്തിനെ ആശ്രയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ അമ്മയുടെ സമ്പൂർണ്ണ സമർപ്പണം എന്നുള്ള ആ ഒരു സുഹൃതം നമ്മെവരെയും സഹായിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. ഈ ഒരു കാലഘട്ടത്തിൽ പലരും പറയാറുള്ളത് പഴയ കാലം പോലെ ഇങ്ങനെ സമ്പൂർണ്ണമായിട്ടൊക്കെ സമർപ്പിക്കാനായിട്ട് പറ്റുമോ? അങ്ങനെ സംശയമുള്ള ആൾക്കാരുണ്ടല്ലോ. ഇതാണ് ഞാൻ നേരത്തെ നമ്മുടെ അനന്യാസിൻ്റെയും സഫീറയുടെയും കാര്യം പറഞ്ഞത്. അങ്ങനെ അങ്ങ് വിട്ടുകൊടുത്തിട്ട് ഇന്നത്തെ കാലത്ത് എങ്ങനെ ജീവിക്കാൻ പറ്റും? അപ്പോൾ മനുഷ്യൻ്റെ ആഗ്രഹം എന്താ? ഇന്നത്തെ കാലത്ത് ജീവിക്കണം. ദൈവത്തിൻ്റെ ആഗ്രഹം എന്താ? ഇന്നത്തെ കാലത്തിൻ്റെ ജീവിതം വഴിയായിട്ട് നീ നിത്യതയിൽ പ്രാപിക്കുകയും ചെയ്യണം. നിത്യത തേടുന്ന നിമിഷങ്ങളാണ് ഈ ജീവിതത്തിലെ യാത്രകൾ എന്ന് പറയുന്നത്.
ആ പാട്ടും അങ്ങനെ തന്നെയാണ്, നിത്യത തേടുന്ന നിമിഷങ്ങൾ എന്നുള്ള പാട്ടുണ്ടായിരുന്നു. ഈ നിത്യതയിലേക്കുള്ള നിമിഷങ്ങളാണ് ഈ അല്പകാല വസതിയായ ഈ ലോകത്തിലെ യാത്ര. അപ്പോൾ ഈ ലോകത്തിലെ യാത്ര ഞാൻ ഭദ്രമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിത്യതയെ മറന്നാൽ നഷ്ടപ്പെടുന്നത് എനിക്ക് സ്വർഗമാണ്. നേരെ മറിച്ച് ഈ നിത്യതയിലേക്കുള്ള യാത്രയിൽ ഈ അല്പകാല വസതിയെ സമ്പൂർണ്ണമായിട്ട് ദൈവത്തിന് വിട്ടുകൊടുത്ത് ദൈവത്തിൻ്റെ കരത്തിൽ ആശ്രയിച്ച് പൂർണ്ണമായും സമർപ്പിച്ച് യാത്ര ചെയ്താലോ എനിക്ക് ലഭിക്കുന്നത് അല്പകാല വസതിയിലെ വിഷമങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും വേദനകൾക്കും സഹനങ്ങൾക്ക് ശേഷം നിത്യമായൊരു വസതിയാണ്. ആ നിത്യത സമ്പാദിക്കാനായിട്ട് ഈ ലോക ജീവിതത്തിൽ ദൈവം അനുവദിച്ച കാലത്തോളം സമ്പൂർണ്ണമായി ദൈവത്തിന് വിട്ടുകൊടുത്ത ദൈവകരങ്ങളിൽ ഒരു തൃപ്തി തേടിക്കൊണ്ട്, ദൈവകരങ്ങളിൽ ആശ്രയം തേടിക്കൊണ്ട്, ദൈവകരങ്ങളിൽ ആ ഒരു പൂർണ്ണമായ തൃപ്തി നേടിക്കൊണ്ട് പൂർണ്ണമായും തന്നെ തനിക്കുള്ളതിനെയും തനിക്കില്ലാത്തതിനെയും പൂർണ്ണതയോടുകൂടി സമ്പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുത്ത് പരിശുദ്ധ അമ്മയെ പോലെ ആ യാത്ര നടത്തി കഴിഞ്ഞാൽ നിത്യതയിലുള്ള യാത്രയിൽ നിത്യകവാടത്തിൽ എത്തിച്ചേരാൻ എനിക്ക് കഴിയും. സത്യത്തിൽ നമുക്ക് നിത്യതയെക്കുറിച്ച് വേണ്ട രീതിയിലൊരു ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ഈ സമ്പൂർണ്ണ സമർപ്പണം നമുക്ക് സാധിക്കാതെ പോകുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ ലോക ജീവിതത്തിൽ നമ്മൾ നിത്യകാലം വസിക്കുന്നുള്ളൊരു ചിന്തയുള്ളതുകൊണ്ടാണ് ഇവിടെ തന്നെ പിടിച്ചു വയ്ക്കാനും ഇവിടെ തന്നെ നമുക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ മാറ്റിവെക്കുന്നതൊക്കെ. നേരെ മറിച്ച് ഇവിടെ നമുക്ക് നാളെ എന്നുള്ള ദിനം എന്നുള്ളത് ഈ ദൈവം തരുന്നതാണെന്നുണ്ടെങ്കിൽ, നാളെ എന്നുള്ള ദിനത്തെ ദൈവം പരിപാലിച്ചോളും എന്നുള്ള ചിന്ത നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നിൻ്റെ ദിവസത്തെ ദൈവം തന്നവയെ ദൈവത്തിനായി പൂർണ്ണമായി സമർപ്പിക്കാൻ എനിക്ക് സാധിക്കും. ദൈവങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാൻ സാധിക്കും. മാതാവിനോടൊപ്പമുള്ള ഈ ഒരു യാത്രയിൽ ഇന്ന് സാർ പങ്കുവച്ച ഈ ഒരു സമ്പൂർണ്ണ സമർപ്പണം നമ്മളെ കേൾക്കുന്ന എല്ലാവർക്കും നമുക്കും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. സാറിന് ഒത്തിരി നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. Nida